പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ഒന്നിച്ചു ചേർന്ന് പങ്കിടുവാൻ ദൈവം ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. സദൃശ്യവാക്യം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കിക്കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇത് എഴുതുമ്പോൾ ആധുനിക ചികിത്സകളൊന്നും തന്നെ നിലവിലില്ല. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ആയുർവേദ ചികിത്സകളും മറ്റ് നാട്ടുവൈദ്യന്മാരുമൊക്കെ മാത്രമേ നമ്മുടെ നാടുകളിലൊക്കെ ചികിത്സാ രംഗത്തുണ്ടായിരുന്നുള്ളൂ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ മിഷണറിയായ ഒരു ഡോക്ടർ ഈ വചനം വായിച്ച് അദ്ദേഹത്തിൽ ഒരു ചിന്തയുണ്ടായി. ഈ സന്തുഷ്ട ഹൃദയം കൊണ്ട് രോഗികളെ ചികിത്സിക്കാമോ, രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുമോ എന്ന് തനിക്കൊരു പരീക്ഷണം നടത്തുവാൻ താൻ ചിന്തിച്ചു. തന്നോടൊപ്പം ഉള്ളതായ കുറേ ഡോക്ടർമാരെയും കൂട്ടിക്കൊണ്ട് അവരൊരു ഗവേഷണം തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. 2 രോഗികളെ അവർ കണ്ടുപിടിച്ച് ആ രോഗം മൂർച്ഛന്യ അവസ്ഥയിൽ, ഒരേ രോഗം മൂർച്ഛന്യ അവസ്ഥയിലായിരിക്കുന്ന 2 രോഗികളെ അവർ കണ്ടുപിടിച്ചു. അവരെ ഒരു റൂമിൽ കൊണ്ട് കിടത്തി. ഒരു മനുഷ്യൻ എപ്പോഴും ചിരിക്കുകയും പറയുകയും സംസാരിക്കുകയും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ എന്നുള്ളതായ ആ ഒരു അഭിപ്രായത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾ സന്തുഷ്ടനാണ്. എന്നാൽ തൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ ധനികനാണെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും ദേഷ്യം, എന്തിനും കോപിക്കും, ആരും തൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല, താൻ ഒരു രോഗിയാണെന്ന് ആരും പറയുന്നത് ഇഷ്ടമല്ല, തന്നെ ആരും കാണാൻ വരുന്നത് ഇഷ്ടമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ എപ്പോഴും കോപിക്കുന്ന ഒരു മനുഷ്യൻ, ഒരേ രോഗം ഒരേ അവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഡോക്ടർമാർ ഈ 2 പേരെയും ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഇവരിൽ ഉണ്ടാക്കുന്നതായ ആ രോഗത്തിൻ്റെ മൂർച്ഛന്യ അവസ്ഥയെ അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഈ സന്തുഷ്ട ഹൃദയമുള്ള മനുഷ്യനിൽ ഈ ഡോക്ടർമാർ കൊടുക്കുന്ന പരിചരണം അല്ലെങ്കിൽ ചികിത്സാ രീതികൾ വളരെ പെട്ടെന്ന് പ്രതികരണം നടത്തി തുടങ്ങി. തൻ്റെ രോഗത്തിൽ നിന്ന് അല്പാൽപമായി ആശ്വാസം തൻ്റെ ശരീരത്ത് ലഭിക്കുന്നതായി അവർ മനസ്സിലാക്കി. എന്നാൽ ഈ കോപിയായ മനുഷ്യൻ, ആരെയും ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യൻ, അദ്ദേഹത്തിൽ ഒരു രോഗം ശമിക്കുമ്പോൾ വേറൊരു രോഗത്തിന് തുടക്കം, ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലേക്ക് ഇങ്ങനെ രോഗങ്ങൾ തന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഈ സന്തോഷവാനായ മനുഷ്യൻ അതിവേഗത്തിൽ സൗഖ്യമായി ആശുപത്രി വിടുവാൻ ഇടയായി. മറ്റേ മനുഷ്യനിൽ എപ്പോഴും രോഗങ്ങൾ വർദ്ധിച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഒന്ന് മാറുമ്പോൾ ഒന്ന് ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസം കഴിയുന്തോറും ചികിത്സാ രംഗം നേടുന്നതായ നേട്ടങ്ങളും മികവുകളും കുതിച്ചു ചാട്ടങ്ങളും, പല മരുന്നുകളും മാറ്റപ്പെട്ടു, പല മരുന്നുകളും പ്രയോജനമില്ലെന്ന് കണ്ടുപിടിച്ചു, അതിന് ബദലായി വേറെ മരുന്നുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ചികിത്സാ രംഗത്ത് ഓരോ ദിവസം തോറും മാറ്റങ്ങൾ വരുന്നു. മാറ്റങ്ങളോട് മാറ്റം. കഴിഞ്ഞ വർഷം ചികിത്സ രീതിയല്ല ഇപ്പോൾ. പല രോഗങ്ങൾക്കും ചികിത്സയ്ക്കും മരുന്നിനുകൾക്കും എല്ലാം വ്യത്യാസം വരുന്നു. അങ്ങനെ മനുഷ്യൻ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വളരെയധികം ചികിത്സാ രംഗത്ത് നേട്ടം കൈവരിക്കുമ്പോൾ ഒരു മില്ലി പോലും വ്യത്യാസമില്ലാതെ ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ വാല്യൂ അതേ രീതിയിൽ നിൽക്കുകയാണ്. സന്തുഷ്ടമുള്ള ഹൃദയം നല്ല ഒരു ഔഷധമാണെന്ന് ഏത് ഡോക്ടർമാർക്കും ഇന്ന് നമ്മൾ അവരോട് പ്രത്യേകമായി ചോദിച്ചു നോക്കിയാൽ അവരും പറയും, ബി ഹാപ്പി. സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ അവർ നമ്മളോട് ആവശ്യപ്പെടും. നമ്മൾ കഴിക്കുന്നതായ ട്രീറ്റ്മെൻറ്റ്, നമ്മൾക്ക് ചെയ്യുന്നതായ ആ ശുശ്രൂഷകൾ നമുക്ക് ഫലിക്കണമെങ്കിൽ സന്തുഷ്ടമുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. എന്താണ് ഈ സന്തുഷ്ടമുള്ള ഹൃദയം? ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഒരനുഭവം. എന്താണെങ്കിലും ദൈവം നിനക്ക് തന്നിട്ടുള്ളത് അത് മതി. അതിൽ നീ തൃപ്തനാണെങ്കിൽ മാത്രമേ സന്തുഷ്ടിയുള്ള ഒരു ഹൃദയം നിനക്കുണ്ടാകുകയുള്ളൂ. ഇല്ലായെങ്കിൽ വേണം പോരാ എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിനങ്ങേപ്പുറത്ത് വേറൊരു ലോജിക്കുണ്ട്.
അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടായാൽ പോരാ, ഉടുക്കാൻ തന്നെ നമുക്ക് വളരെയധികം വേണം. ഇന്ന് നമുക്ക് താമസിക്കാൻ വീട് വേണം. പഴയ കാലത്ത് വീടുകളൊന്നും അത്ര പ്രാധാന്യമായിരുന്നില്ല. കൂടാരങ്ങളിൽ വേണമെങ്കിൽ പാർക്കും. കൂട്ടുകുടുംബങ്ങൾ, ഒരു വീടുണ്ടെങ്കിൽ അങ്ങ് തലമുറയായി വീട്ടിൽ കൂട്ടുകുടുംബങ്ങളായിട്ട് ഇങ്ങനെ താമസിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, വേറെ വേറെ താമസിക്കുന്ന ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 പേർക്കും പ്രത്യേകം വീടുകൾ വേണം. അവരുടെ ആവശ്യം വേറെ, വിദ്യാഭ്യാസം വേറെ, അവരുടെ തുണിത്തരങ്ങൾ വേറെ, അവരുടെ കോസ്റ്റ്യൂംസ് എല്ലാം ഡിഫറൻ്റാണ്. ഓരോ കാര്യങ്ങളിലും ഇന്ന് വാഹനത്തിൻ്റെ ആവശ്യം, പൊതുവായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ജീവിത രീതികളെല്ലാം മാറി. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മാത്രം തൃപ്തരായിക്കൊള്ളുന്ന ഒരു ലോകമല്ല ഇപ്പോഴുള്ളത്. അതിനേക്കാൾ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. എന്നാലും ബേസിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നത് എന്തോ, ദൈവം തരുന്ന അവസ്ഥയിൽ, നടത്തുന്ന അവസ്ഥയിൽ തൃപ്തനായിരിക്കുവാനുള്ള ഒരു മനസ്സാണ് പ്രധാനം. നമുക്കുള്ളത് എന്താണെന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ മതി, ദൈവത്തോട് താങ്ക്, കർത്താവെ എന്നെ ഇങ്ങനെ നടത്തിയല്ലോ, അതിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ ഇങ്ങനെ നടത്തിയത് എന്നുള്ളതായ ഒരു താങ്ക്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ടാകും. ഈ സന്തോഷമുള്ള ഹൃദയം നമ്മുടെ രോഗത്തെ വളരെ വേഗത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് സൗഖ്യം തന്നുകൊണ്ടിരിക്കും. ഏത് ബലഹീനതയിലും നമ്മൾ അറിയാത്തൊരു ബലം നമ്മുടെ അസ്ഥികൾ നമുക്ക് ഊർജം തന്നുകൊണ്ടിരിക്കും. എന്നാൽ ബ്രോക്കൺ സ്പിരിറ്റ്, മുറിക്കപ്പെട്ട ആത്മാവ്, ആത്മാവിൽ ഉള്ളതായ മുറിവുകൾ, ആത്മാവിൽ ഉള്ളതായ ക്ഷീണം, ആത്മാവിൽ ഉള്ളതായ പോഷകക്കുറവ്, ഇത് നമ്മുടെ അസ്ഥികളെ അസ്ഥിരപ്പെടുത്തും. അസ്ഥികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ളതായ സ്കെൽറ്റനാണ് അസ്ഥി. ആ അസ്ഥിയാണ് നമ്മളെ നിവർന്ന് നിൽക്കുമാറാക്കുന്നത്. ഏത് സാഹചര്യങ്ങളിൽ നമ്മെ നിർത്തുമാറാക്കുന്നത് അസ്ഥിയാണ്. ഒരു പടി കൂടെ നമ്മൾ മുൻപോട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ 37-ാം അധ്യായത്തിൽ ദൈവം പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലയോ എസെക്കിയേലേ, നീ എന്തു പറയുന്നു? ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയാണ്, ദൈവമേ, എനിക്കറിയില്ല, നീ അറിയുന്നു, നീ മനസ്സ് വെച്ചാൽ ജീവിക്കും. അതിൻ്റെ അർത്ഥം ഏത് ക്ഷീണിച്ചു പോയ അസ്ഥികളെയും ജീവിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വാഗ്ദത്തമാണ് ഈ വചനത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നത്. പലപ്പോഴും നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ലാത്തവരായി തീർന്നിട്ടുണ്ട്. ബ്രോക്കൺ സ്പിരിറ്റ്, തകർന്നതായ ഹൃദയം, തകർന്നതായ മനസ്സ്, തകർന്ന ആത്മാവ്. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ദാവീദ് പറയുന്നു, തകർന്ന ഹൃദയം ദൈവം അവിടെ സമീപസ്ഥനായി വരുന്നു. എന്നാൽ തകർന്ന ആത്മാവിൻ്റെ അടുത്ത് ദൈവം വരില്ല. തകർന്ന ആത്മാവ് നമ്മെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കും. അതിൽ നിന്നൊരു റിക്കവറി നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തകർച്ചയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സന്തോഷമായിരിക്കേണ്ടതായ ഹൃദയം ഇപ്പോൾ നിശബ്ദമായിരിക്കുകയാണ്. അങ്ങനെ ഹൃദയം നിശബ്ദമാകുമ്പോൾ, ഹൃദയം സന്തോഷിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിന് അത് മുറിവേൽക്കുന്നു. അതൊരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, ദേഷ്യം കൊണ്ടുവരുന്നു, കോപരായി, എന്ത് വന്നാലും തൃപ്തരല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ആത്മാവിൽ മുറിവേൽക്കുമ്പോഴുണ്ടാകും. പോരാ പോരാ പോരാ, അത്യാഗ്രഹം, സകലവിധ ദോഷത്തിനും കാരണമായ ദ്രവ്യാഗ്രഹം സകലവിധ ക്ഷീണത്തിനും കാരണമാകും. സകലവിധമായ ബലക്ഷയങ്ങൾക്കും രോഗങ്ങൾക്കും അത് വഴിവെക്കുന്നു. എന്താണെന്നറിയാം? ദ്രവ്യാഗ്രഹം. വീണ്ടും വീണ്ടും വേണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു ഹൃദയം. എന്നാൽ തൃപ്തിയുള്ള ഒരു ഹൃദയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാൻ കഴിയുമുണ്ടെങ്കിൽ ദൈവം തരുന്നതായ വാഗ്ദത്തം ഏത് ഉണങ്ങിപ്പോയ അസ്ഥികളെയും ദൈവത്തിന് ജീവിപ്പിക്കാൻ കഴിയും. ദൈവം എസെക്കിയേലിനോട് പറയുകയാണ്, തീർച്ചയായിട്ടും ഈ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ എനിക്ക് കഴിയും. അതിന്മേൽ ഞാൻ ഊതിയാൽ അത് ജീവിക്കും. അതിപ്പോൾ മരിച്ച അവസ്ഥയിലാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ
പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ മുറിക്കപ്പെട്ടതായ ആത്മാവിൻ്റെ പരിണിത ഫലമായി, മുറിവേറ്റ ആത്മാവിൻ്റെ ആ ഫലങ്ങളായി നാം പലപ്പോഴും രോഗികളായി തീർന്നു, ബലഹീനരായി തീർന്നു, നിവർന്നു നിൽക്കാൻ കഴിയാതെ വന്നു. അനേകയിടങ്ങളിൽ ലജ്ജിക്കേണ്ടതായ അവസ്ഥ നമുക്കുണ്ടായി. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ താഴ്ത്തിക്കളയുന്ന അനേക അനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ദൈവം പല സാഹചര്യങ്ങളെ തന്നു, സമ്പത്തിനെ തന്നു, ഭാര്യയെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, ഭവനം തന്നു, ഭർത്താവിനെ തന്നു, വാഹനം തന്നു, എല്ലാം തന്നു. എങ്കിലും നമുക്ക് സന്തുഷ്ടിയുള്ളവരാകാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു രോഗത്തിൽ നിന്ന് മാറി വേറൊരു രോഗത്തിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന, നാം അറിയാതെ നമ്മെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൃപ്തിയില്ലായ്മ, ദൈവം നടത്തുന്നതിലും തരുന്നതിലും തൃപ്തിയില്ലാത്ത അവസ്ഥ. മറ്റുള്ളവരെ നാം എപ്പോഴും സാമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, തത്തുല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം മുറിവുകളെ കൊണ്ടുവരും, നമ്മുടെ രോഗത്തെ മൂർച്ഛിക്കും. നാം സാധാരണയായി ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം രോഗികളാകാം, ബലഹീനരാകാം, താഴ്ചയുള്ളവരാകാം. എന്നാൽ ദൈവശക്തിയിൽ നമ്മെ തന്നെ ബലപ്പെടുത്തുവാൻ നമ്മൾ സംതൃപ്തിയുള്ള, സന്തുഷ്ടിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ രോഗങ്ങളെ അത് ചികിത്സിച്ചുകൊണ്ടിരിക്കും. സന്തുഷ്ടി, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു മനുഷ്യനെ സന്തുഷ്ടിയുള്ളവരാകാൻ കഴിയുള്ളൂ. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സമാധാനമുള്ളവനായിരിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം അവനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. അവന് ബലഹീനനാകാം, രോഗിയാകാം, മരണക്കിടക്കയിലാകാം. എങ്കിലും അവൻ്റെ ഹൃദയം എപ്പോഴും ഒരു തുടിപ്പുള്ള ഒരു ഹൃദയം. ഏത് മനുഷ്യരുടെയും മുൻപിൽ നിവർന്നു നിൽക്കുവാനും സന്തോഷത്തോടുകൂടി ഒരു വാക്ക് അവന് ഉച്ചരിക്കുവാനും അവനെ കൊണ്ട് സാധിക്കും. മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ, മരിക്കുന്നത് എനിക്ക് ലാഭം, ജീവിക്കുന്നത് ക്രിസ്തു എന്ന അപ്പോസ്തലനായ പൗലോസിനെ പോലെ സംസാരിക്കുവാൻ നമുക്ക് വലിയൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഖ്യം. അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ നമുക്ക് തന്നെ ഒരു തരണം നമുക്ക് തരികയാണ്. നമ്മുടെ ഒരു രോഗം മറ്റൊരു രോഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ടോ? ഒരു രോഗത്തിൻ്റെ ചികിത്സ ഏതെല്ലാം രീതിയിൽ നമ്മൾ നടത്തിയിരുന്നാലും അത് ഫലവത്താകാതെ നമ്മെ വീണ്ടും വീണ്ടും ദ്രവപ്പെടുത്തുകയാണ്, നമ്മുടെ ശരീരത്തെ താഴ്ത്തുകയാണ്, പ്രത്യാശയില്ലാതാക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിന് മുറിവേറ്റിരിക്കുന്നു. മുറിവേറ്റ ആത്മാവിൻ്റെ ഒരു അന്തരീക്ഷം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കാണുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ മരിക്കാറായ ഈ അസ്ഥികളെ, ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ ദൈവം ഒന്ന് ഊതിയാൽ അതിന്മേൽ ജീവൻ വയ്ക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ കൂടെ കടന്നുപോയാൽ അതിന് ജീവൻ വയ്ക്കും. അതിനൊരു പുതിയ ശക്തി കിട്ടും, പുതിയൊരു പ്രത്യാശ കിട്ടും, പുതിയൊരു ബലം കിട്ടും, പുതിയൊരു ആരോഗ്യം കിട്ടും, പുതിയൊരു സൗഖ്യത്തിലേക്കും പുതിയൊരു സന്തോഷത്തിലേക്കുമുള്ള ഒരു യാത്രയായി ആ ദൈവശക്തിയുടെ വ്യാപാരം നമ്മെ നയിക്കുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതത്തിലെ വചനം നമ്മെ സന്തുഷ്ടിയുള്ളവരാക്കി തീർത്ത് നമ്മുടെ രോഗങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും നാം തന്നെ വിടുതൽ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനുള്ളത് ഒരു ബലമുള്ളവരായി, ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു അസ്ഥിബലമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ധൈര്യം, ഈ ഉറപ്പ്, ഈ പ്രത്യാശ, ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിപ്പിച്ചു വരുവാൻ നമ്മുടെ ഹൃദയത്തെ നാം സാവകാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല ബലഹീനതകളിലും സന്തോഷമുള്ളവരായി, പ്രത്യാശയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തെ കാണുവാനും നമ്മുടെ ആ സന്തോഷത്തെ മറ്റുള്ളവരോട് പങ്കിടുവാനും ദൈവം നമുക്ക് വലിയൊരു ഭാഗ്യം തരും. ആ ഒരു ഭാഗ്യത്തിലേക്ക് ഈ പ്രഭാതം നിന്നെ നയിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.